സ്വാഭാവികമായിട്ടും ഒരു KSRTC ബസ്സിൽ എന്തെങ്കിലും തർക്കങ്ങൾ മറ്റു വാഹനങ്ങൾ തമ്മിൽ ഉണ്ടായാൽ ഉടൻ തന്നെ പോലീസ് എത്തുകയും പോലീസ് എത്തി ആ യാത്രക്കാർ ദൂരമുള്ളതാണെങ്കിൽ മറ്റു ബസ്സുകളിൽ കയറ്റിവിടും. തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ ബസ്സിലെ യാത്രക്കാരെ യഥാർത്ഥ സ്ഥലത്ത് എത്തിച്ചുകൊണ്ട് ആ ഡ്രൈവറെടുത്തും കണ്ടക്ടറെടുത്തും പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ പറയും. പ്രശ്നമുണ്ടാക്കിയ ആളെ ഉടൻ തന്നെ പോലീസ് ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. ഇവിടെ മേയർ ചെയ്തിരിക്കുന്നത് എന്താണ്? മേയർക്ക് നിസ്സാര പണിയല്ലേ ഉള്ളൂ. ആ KSRTC ബസ്സിന്റെ പിന്നിലും സൈഡിലുമായിട്ടെല്ലാം KSRTC ബസ്സിന്റെ നമ്പർ ഉണ്ടാകും. ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള മറ്റു നമ്പർ ഉണ്ടാകും. ഈ നമ്പർ വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലോ ഒരു പരാതി കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായുള്ളൂ. ഇന്ന KSRTC ബസ്, ഇന്ന നമ്പറിലുള്ള ബസ് ഞങ്ങളോട് ഇന്ന രീതിയിൽ പെരുമാറി, ആ ഡ്രൈവർ ഇന്ന രീതിയിൽ പെരുമാറി, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ നടപടിയെടുക്കണം. ഇതല്ലേ മേയറെ നിങ്ങൾ ചെയ്യേണ്ടത്? ഇതൊക്കെ ജനം തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും ഗണേഷ് കുമാർ മന്ത്രി ഉചിതമായ തീരുമാനം, നടപടി സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേരള ജനത.